താങ്ക് യു സർ. അടുത്തതായി വൺ ഓഫ് ദി ഫൗണ്ടർ ഓഫ് മലബാർ ഗ്രൂപ്പ് മിസ്റ്റർ ജബ്ബാർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ വരാം. ആ ഓക്കെ ഓക്കെ ഓക്കെ, വളരെ സന്തോഷമായി. ഇല്ല കുഴപ്പമില്ല. കുട്ടിക്കാൻ്റെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും അടക്കമുള്ള മൊത്തങ്ങളെ കേൾക്കുന്നില്ല. ഞാൻ എന്തൊക്കെ പറയണമെന്ന് വിചാരിച്ചാൽ അതൊക്കെ മുമ്പ് പറഞ്ഞു. പഴയ ഈത്തപ്പഴ കച്ചവടക്കാരൻ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ബിസിനസ്സുകാരനായി. അതുപോലെ അതിൻ്റെ ഒരു 10-15 കൊല്ലം മുമ്പേ തുടങ്ങിയതാണ് ഞാൻ ജ്വല്ലറി. ഞാൻ ജ്വല്ലറി തുടങ്ങുമ്പോൾ ജ്വല്ലറി എന്താണെന്നുള്ളത് അറിയില്ല, അറിയില്ല കേട്ടോ. ജ്വല്ലറി എന്താണെന്നുള്ളത് ശരിക്കും ഞാൻ പഠിച്ചിട്ടുള്ളൂ. അപ്പോ ഞാൻ തുടങ്ങിയ സ്ഥാപനം ഒക്കെ ഏതിലും ഞാനതിൽ കയറിയതിന് ശേഷം ഓരോന്നിലും പോയി വീണതാണ്, അല്ലാതെ നമ്മൾ കണ്ടെത്തി ചെയ്തതല്ല. ആദ്യമായിട്ട് തുടങ്ങി അതിലേക്ക് അറിയുന്ന ആളുകളെ കൂട്ടിയിട്ട് അവരേത് കൂടി ബിസിനസ് ചെയ്ത് വിജയിപ്പിച്ച് ലോകത്തിൽ ഇന്ന് അതിൽ വേങ്ങറന്ന് തുടങ്ങിയിട്ട് അൽഹംദുലില്ലാഹ് ലോകത്തിൽ ഇന്ന് 5ാം സ്ഥാനത്തെത്തി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് മലബാർ ഗോൾഡ്. അതിന്റെ ഫൗണ്ടർ ഡയറക്ടറായ അള്ളാഹുവിനെ വളരെയധികം ശ്രമിക്കുന്നു. രണ്ടാമത് എനിക്ക് മുമ്പ് പറഞ്ഞാൽ തന്നെ ഞാനും അത്ര വലിയ വിദ്യാഭ്യാസമായ മനുഷ്യനല്ല, പക്ഷെ ഞാൻ നല്ലൊരു സോഫ്റ്റ്വെയർ കമ്പനി നടത്തുന്നുണ്ട്. എനിക്ക് കമ്പ്യൂട്ടർ ഓൺ ചെയ്യാൻ അറിയില്ല. ഞാൻ കുട്ടികളെ അടുത്ത് ഇരുത്തലാണ്, ഫോൺ എന്തെങ്കിലും വന്നാൽ അത് ആരാ എന്താ എങ്ങനെയാണെന്നുള്ളത് നോക്കണം എന്നുള്ളത് പറഞ്ഞു. പക്ഷെ അൽഹംദുലില്ലാഹ് ഞാൻ നടത്തുന്ന കമ്പ്യൂട്ടർ സ്ഥാപനം സോഫ്റ്റ്വെയർ കമ്പനി ലോകത്ത് അറിയപ്പെടുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. DLI ഒക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു സ്ഥാപനം. ഒരു 10-400ഓളം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അത് തങ്ങളെ നാട്ടിലാണ് മെയിന് കാര്യമായിട്ട്. GCCയിൽ മൊത്തം ഉണ്ട്. അപ്പോൾ അതുപോലെ അത് നമ്മൾ വേങ്ങരന്ന് തുടങ്ങിയതാണ്. ഞാൻ ഈ കോട്ടക്കലേക്ക് ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ ഇവിടെ കയറി വന്നപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു ആളുകൾ ഇവിടെ പണ്ടം പരിപാടി. അപ്പൊ ഞാനും പറഞ്ഞു എനിക്കും മനസ്സിലായിട്ടില്ല, എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. പിന്നെ ഞാനിവിടെ ഇരുന്നപ്പോ എനിക്ക് ചെറിയ 1-2 ആളോട് ചോദിച്ചപ്പോൾ അവർക്ക് പല ആളുകളും എന്നോട് വന്നിട്ട് ചോദിച്ചു എന്താ ഇപ്പൊ ഇവിടുത്തെ പരിപാടി എന്നുള്ളത്. ഞാൻ പറഞ്ഞു അത് കേൾക്കാനാണ് ഞാൻ വന്നിട്ടുണ്ട്, അറിയാനും മനസ്സിലാക്കാനും. പിന്നെ ഒന്നും തുടങ്ങി പരിചയമില്ലാത്തതുകൊണ്ട് എല്ലാം നമ്മൾ കയറിയ ശേഷം പഠിച്ചതാണ്. അപ്പൊ അതുപോലെ ഇൻഷാ അല്ലാഹ് ഇതിന്നും പഠിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിരുന്നത്. ആ വന്നിരുന്നതിന് കുട്ടികളെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. ഇതിന് മുമ്പ് ഇതിന്റെ ഇതുപോലെ ഒരാള് നടത്തിയിരുന്നത് നമ്മളെ പെരിന്തൽമണ്ണ അബൂബക്കർ മണി ട്രേഡിങ് അല്ലേ, അതിന്റെ ഒരു വേറൊരു വേർഷനാണിപ്പത്. അത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട് മണി ട്രേഡിങ്. അത് പക്ഷേ കമ്മീഷൻ ഏജന്റ് മാതിരിയാണ്. ഒരു $50 എന്റെ ബിസിനസ് എത്ര ഡോളറിന്റെ ബിസിനസ് നടത്തിയാലും ഈ നടത്തുന്ന ഇവർക്ക് ഒരു $50 അതിന്റെ കമ്മീഷൻ കിട്ടും. അത് വലിയൊരു പ്രസ്ഥാനമായിട്ട് വളർന്ന് നടത്തിയ അപ്പൊ ഇത് നിങ്ങൾ ഇത് പറയുമ്പോ തന്നെ പച്ചമലയാളത്തിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം, ഇന്നതാണ് ഇതിന്റെ ഇതില് ഉണ്ടാവുക എന്നുള്ളത്. കാരണം നിങ്ങൾ ഈത്തപ്പഴത്തിൽ നിന്ന് കുറച്ച് വിട്ടുന്ന് കണ്ട് നമുക്ക് അല്ല ഇല്ല അതായിക്കോട്ടെ, നമ്മൾ പുതിയത് കണ്ടെത്തും. അതെ, അതിന് പുതിയത് കണ്ടെത്തട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ സോഫ്റ്റ്വെയർ അങ്ങനെ കണ്ടെത്തിയതാണ്. മലബാർ ഗോൾഡ് തുടങ്ങിയ ശേഷം 93-ലാണ് മലബാർ ഗോൾഡ് തുടങ്ങുന്നത്. 96-ലാണ് DLI ഡ്രീം ലാൻഡ് ഇന്നോവേഷൻ സിസ്റ്റംസ്. അത് അൽഹംദുലില്ലാഹ് പല ഭാഗത്തായിട്ട് 400 ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളും നാളെ ഇൻഷാ അല്ലാഹ് നമ്മളെ ഓർത്ത് ഇവിടെ വന്ന് നമ്മളൊക്കെ ആ സമയത്ത് നിങ്ങളൊന്ന് ഓർക്കണം. ഈ ചങ്ങായി പണ്ട് ഇങ്ങനെ ഇവിടെ വന്നപ്പോ പറഞ്ഞിരുന്നു, കുട്ടിക്ക പറഞ്ഞിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയാൽ മതി. ഇൻഷാ അല്ലാഹ് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
താങ്ക് യു സർ. അടുത്തതായി കോട്ടക്കൽ മുൻ ചെയർമാൻ KK നാസർ സാറിനെ വേദിയിലോട്ട് ഹാർദവമായി സ്വാഗതം ചെയ്യും. അടുത്തതായി കരാട് ഗ്രൂപ്പ് ചെയർമാൻ സുലൈമാൻ സാറിനെ വേദിയിലോട്ട് സ്വാഗതം ചെയ്യും. അത് കഴിഞ്ഞു നാസിന്റെ കുട്ടിക്ക് പറഞ്ഞമാരി ഒരു ചരിത്രം എനിക്കുണ്ട്. ഞാനും ചെയർമാൻ നാസറൊക്കെ പേടിയായിരുന്നു കോട്ടക്കൽ ഇങ്ങോട്ട് വരാൻ. ചെങ്കോട്ടിയാർന്ന സ്ഥലത്ത് ഞങ്ങൾ ഒന്നിച്ച് മരം കീർന്ന് എന്റെ വാപ്പ കല്യാണം കഴിച്ചത് പറഞ്ഞു. അപ്പോ ട്രെയിൻ ബുക്ക് ചെയ്ത കാലഘട്ടമാണ്. ഇവിടുന്ന് ബുക്ക് ചെയ്താൽ ഒരു മണിക്കൂറെ ഇന്ന് ഇടയ്ക്കിടക്കോ കോഴിക്കോടോ കിട്ടുള്ളൂ. ഇന്ന് എത്തി നിൽക്കുന്ന ഈ മേഖല നമ്മളിപ്പോ എവിടെ എന്ത് ചെയ്താലും ഈ കുട്ടികൾക്ക് കാണാൻ പറ്റും. നമ്മളിതൊന്നും അറിയുന്നില്ല. ആ കാലഘട്ടത്തിലേക്ക് ഒരു മേഖലയിലേക്ക് ഇപ്പൊ സാലി വലിയ ടീം 15 യുവാക്കളുടെ ഒരു പ്രസ്ഥാനം തുടങ്ങി. ഞങ്ങളോട് പറയാം, ഇതിന്റെ അപ്പുറമായിരിക്കും ഇനി ഒരു 4-5 കൊല്ലം കഴിഞ്ഞാൽ. കാരണം ഇവരിപ്പോ കുട്ടികളെ എവിടെ പോകും, ഒരു 3 മാസത്തെ ഏതോ യൂണിവേഴ്സിറ്റിന്റെ ഒരു സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ഞാനൊരു അക്കാദമി പോയി ഈ എഡിറ്റിംഗ് പഠിക്കുന്ന കുട്ടികൾ എത്ര കുട്ടികളെ അറിയാൻ പഠിക്കുന്നത്. അതായത് 3 മാസം 4 മാസം കൊണ്ട് ആ കോഴ്സ് പൂർത്തിയാക്കി. അപ്പൊ അങ്ങനെ +2 കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനത്തെ ഇപ്പൊ ഇവരൊരു കാര്യം പറഞ്ഞു, ഹോം ടൗണിൽ തുടങ്ങണം സാലി ഇവിടെ പറഞ്ഞു. അപ്പോ ഞാൻ പറയുന്നത് എന്താ വെച്ചാല് അവര് ഇനി അടുത്തത് എറണാകുളമോ കോഴിക്കോടോ തിരുവനന്തപുരമോ പോയിട്ട് ഇത്തരം സംഭവങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങണം. ഞാൻ അന്നേരം നിങ്ങളൊരു ചോദ്യം ഒരാൾ ചോദിച്ചപ്പോ എങ്ങനെ കച്ചവടം ചെയ്യാൻ, എങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്യാൻ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഓയിൽ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുടി വെച്ചപ്പോ പറഞ്ഞു. സത്യം പറയുകയാണെങ്കിൽ എന്റെ ഒപ്പമുള്ള ആളെന്നെ ഞങ്ങളൊരു ആളായിരുന്നു. പക്ഷെ ലൈസൻസ് എടുത്ത് നേരെ ഓർഡർ ചെയ്തു. 6 കണ്ടെയ്നർ ഓയിൽ. എവിടുക്ക എന്താണെന്നൊന്നും അറിയില്ല. കണ്ടെയ്നർ വന്നു, PL അടച്ചു. കണ്ടെയ്നർ വന്നിട്ടാണ് ഓർഡർ കൊടുക്കുന്നത്. കച്ചവടം ചെയ്യാൻ ഞാൻ ഇന്നലെ ആൾ പറഞ്ഞു 10 റുപ്യക്ക് കടല വാങ്ങാം, അത് ബീച്ചിലടിന് വേണ്ടി 12 റുപ്യക്ക് കൊടുക്കുക. പിന്നെ ആഗ്രഹം ഇഷ്ടം പോലെ ആഗ്രഹിച്ചോളൂ, സ്വപ്നങ്ങളെ കണ്ടോളൂ. ഈ സ്ഥാപനം വലിയ സ്ഥാപനമായിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് സ്വപ്നം കാണും. എന്നോട് ആൾ ചോദിച്ചു എന്താ സുലൈമാൻ ആഗ്രഹം? റിയൽ എസ്റ്റേറ്റിൽ എവിടെയെങ്കിലും മറ്റേ സുക്കർബർഗ് അയാൾക്ക് സ്ഥലം കൊടുക്കണം ആഗ്രഹിച്ചാൽ അന്ന് വലിയ ആഗ്രഹത്തിന് പൊന്നാര മക്കളെ 15 കുട്ടികളില്ല. നല്ല ഉത്സാഹം നടന്നത് ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയണം. ഇതൊരു വലിയ സംഭവമായിട്ട് നല്ലൊരു കരങ്ങളെ കൊണ്ട് നമ്മുടെ അനുഭവങ്ങളെ കൊണ്ട് ഇത് തുറപ്പിച്ചു. പിന്നെ കോട്ടക്കൽ തങ്ങളെ ഒരു വലിയ സ്ഥാപനമാണ്. മിംസോടെ വരാൻ വേണ്ടിയിട്ട് തങ്ങളെ ആ സമൂഹം പറഞ്ഞു, ഞാൻ തങ്ങളവിടെ വാണോ ചോദിച്ചു. ഇയാൾ മൂട്ടുകൂടെ നടന്നിട്ടാണ് ഈ ആശുപത്രി. ഇപ്പൊ എന്ത് ഉഷാറായിരുന്നു. അന്ന് ഇയാൾക്ക് ചീത്ത കിട്ടാൻ നോക്കിയിരുന്നു. സത്യത്തിൽ വലിയ പാർട്ട്ണറാണ്. അതിന്റെ ഏറ്റവും വലിയ ഒരു ഡയറക്ടറാണല്ലോ അദ്ദേഹം. അല്ലെ, അന്നത്തെ കാലത്ത് ആസാദം ഇഷ്ടല്ലേ. അപ്പൊ അതേമാതിരി ധൈര്യത്തില് മുന്നിലിരിക്കുന്ന ഓരോരുത്തരും കുട്ടിക്കിടക്കുന്ന എല്ലാവരും മലബാർ ബോർഡിന്റെ സ്ഥാപകനാരെന്ന് ചോദിച്ചാൽ ഇപ്പോഴൊക്കെ പറഞ്ഞ ആളാണ്. അപ്പോ പിന്നെ എല്ലാവർക്കും ഓരോന്നൊരു അഭിമാനം അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഈ നാസറൊക്കെ പറഞ്ഞാലും വളരെ ചെറുപ്പം മുതൽ 14 വയസ്സ് മുതൽ അധ്വാനം തുടങ്ങി. നമുക്ക് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യം. അപ്പൊ ഇവിടുത്തെ ഓരോരുത്തരും അങ്ങനെ ആഗ്രഹം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.